കുട്ടികൾക്കൊന്ന് പൈപ്പ് റെസിസ്റ്റൻസിൽ ബാക്കിയാണ് കളിയാം. 2 pipes can fill a cistern in 14 hours and 16 hours respectively. 2 പൈപ്പ് ഉണ്ട്. ഈ പൈപ്പുകൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ടാങ്ക് 14 അവർ കൊണ്ടും 16 അവർ കൊണ്ടും നിറയ്ക്കാൻ പറ്റും. The pipes are opened simultaneously and it is found that due to leakage in the bottom, it took 92 minutes more to fill the cistern. ഓക്കെ, ഈ 2 ടാപ്പ് ഒരുമിച്ച് തുറന്നു. പക്ഷേ ഇതിനകത്തൊരു ലീക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ ടാങ്കിൽ ഒരു ലീക്ക് ഉണ്ടായിരുന്നു. അത് കാരണം സാധാരണ നിറയാനെടുക്കുന്ന ടൈമിനേക്കാളും 92 മിനിറ്റ് കൂടുതലെടുത്താണ് നമ്മുടെ ടാങ്ക് നിറഞ്ഞത്. When the cistern is full, in what time the leak empty it? ഓക്കെ, നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ടാങ്ക് എത്ര മിനിറ്റ് കൊണ്ട് ഈ ലീക്കിന് എംറ്റി ആക്കാൻ പറ്റും നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവരുടെ നോർമൽ ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പൈപ്പുകളെ എ ബി എന്നും സി എന്ന് വിളിക്കാം. സി ലീക്കേജ് ആണ്. എ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 14 അവർ, ബി ഒറ്റയ്ക്ക് നിന്ന് 16 അവർ. അപ്പോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഒരു LCM എടുത്താൽ മതി. ഇത് 7x2, ഇത് 8x2. ഒരു 7 കൂടെ ഇവിടെ ഇട്ടാൽ പോരെ. അപ്പോൾ 16 × 7, അപ്പോൾ 70 42 112 കിട്ടും. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 8, 14 8 112. ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 7, 16 7 112. അപ്പോൾ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും? ടോട്ടൽ 112. രണ്ടുപേരും എഫിഷ്യൻസി കൂട്ടി 8 15. ഇതാണ് ശരിക്കുള്ള ടൈം. പക്ഷേ സിയും കൂടെ ചേർന്നപ്പോൾ നമ്മുടെ ലീക്കും കൂടെ വന്നപ്പോൾ 92 മിനിറ്റ് എക്സ്ട്രാ എടുത്തു. ഇതിൻ്റെ കൂടെ 92 മിനിറ്റ് കൂട്ടുക. ഇവിടെ ടൈം അവറിലല്ലേ കിടക്കുന്നത്. എ 14 അവർ, ബി 16 അവർ. അപ്പോൾ ഇത് അവറിലാണ്, ഇത് മിനിറ്റിലും. ഇത് അവറാക്കാനായിട്ട് ബൈ 60 ചെയ്യും. 92 60 4 വെച്ച് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ 15 വരും. ഇവിടെ 4 വെച്ച് കിട്ടിയാൽ 4 8 3. അപ്പോൾ 112/15 21/15 രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 135/15 കിട്ടും. 15 9 135. അപ്പോൾ എയും ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 9 അവർ എടുക്കും നമ്മുടെ ടാങ്ക് ഫില്ലാവാനായിട്ട്. ഓക്കെ, ഇനി എ പ്ലസ് ബി പ്ലസ് സി ഇവരുടെ എഫിഷ്യൻസി എങ്ങനെ കിട്ടും? ടോട്ടൽ 112. എയും ബി സിയും കൂടെ ചേർന്നാൽ 9 അവർ എടുക്കും. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 112/9. ഇതൊന്ന് സോൾവ് ചെയ്തേ. 112/9 വരുമ്പോൾ 9, പിന്നെ 2, 9 2 18, പിന്നെ 4, 12 and 4/9 കിട്ടും. അപ്പോൾ നോക്കി, എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ കൂടെ സിയുടെ എഫിഷ്യൻസി കൂടെ ചേർത്ത് നോക്കും 12 and 4/9 കിട്ടും. സി ലീക്കേജ് അല്ലേ, അപ്പോൾ സിയുടെ എഫിഷ്യൻസി ഇവിടെ മൈനസ് വരും. ഇനി നോക്കി 8 വേണം കൂട്ടിക്കഴിഞ്ഞാൽ 15. 15 നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 12 and 4/9 കിട്ടുന്നത്? 15 നിന്ന് ഒരു 5/9 കുറച്ച് കഴിഞ്ഞാൽ 14 and 4/9 ആവും. ഇപ്പോൾ രണ്ടും കൂടെ കുറച്ചാൽ പോരെ. ഇപ്പോൾ 2 and 5/9, അതായത് 9 2 18 5 23/9 ആണ് നമ്മുടെ സിയുടെ എഫിഷ്യൻസി. ചോദിച്ചേക്കുന്നത് ലീക്ക് മാത്രം എന്ന് പറഞ്ഞാൽ ടാങ്ക് എത്ര നേരം കൊണ്ട് എംറ്റി ആക്കുന്നല്ലേ? ടോട്ടൽ 112 ഉണ്ട് നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. സിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 23/9. 23/9 ഇതൊക്കെ ചെയ്തേ. 900 12 × 108. അപ്പോൾ 900 108 ചെയ്ത് കഴിഞ്ഞാൽ 1008. 1008/21 വരും. ഇത് സോൾവ് ചെയ്തേ. 23 × 4 ചെയ്യും. 23 4 ചെയ്ത് കഴിഞ്ഞാൽ 80 12 92. 92 8 അല്ലേ 100. ഇനി 88 20 എത്ര കൊടുക്കും? 23 × 3 ചെയ്ത് കഴിഞ്ഞാൽ 60 9 69. 23 × 4 ചെയ്ത് കഴിഞ്ഞാൽ 80 12 കൂടിപ്പോകും. ഇപ്പോൾ 23 × 3 69. 69 കൂടെ 9 കൂട്ടി 78, ഒരു 10 കൂടെ കൂട്ടി കഴിഞ്ഞാൽ 88. അപ്പോൾ 43 and 19/23 എന്ന് വരാം ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്തത്, ഇഫ് 2 pipes function together, the tank will be filled in 12 hours. ഓക്കെ, 2 പൈപ്പ് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് 12 അവർ കൊണ്ട് ഫില്ലാവും. 1 pipe fills the tank in 10 hours faster than the other. ഒരു പൈപ്പ് മറ്റേ പൈപ്പിനേക്കാളും 10 hours ഫാസ്റ്റർ. ഓക്കെ, ഹൗ മെനി അവേഴ്സ് ഡസ് ദ ഫാസ്റ്റർ പൈപ്പ് ടേക്ക് ടു ഫിൽ അപ്പ് ദ ടാങ്ക്? അപ്പോൾ ഫാസ്റ്റർ പൈപ്പ് എത്ര നേരം കൊണ്ട് നമ്മുടെ ടാങ്ക് ഫില്ല് ചെയ്യുന്ന വെച്ചേക്കുന്നത്? നമുക്ക് നമ്മുടെ ടാപ്പുകളെ അല്ലെങ്കിൽ നമ്മുടെ പൈപ്പുകളെ എ എന്നും ബി എന്നും വിളിക്കാം. ഇപ്പോൾ എ ആണ് ഫാസ്റ്റർ പൈപ്പ് എന്ന് വിചാരിക്കുക. എ 10 മിനിറ്റ് ഫാസ്റ്റാന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബി എടുക്കുന്നതിനേക്കാളും 10 അവർ കുറവേ എ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇനി എയും ബിയും കൂടെ നിന്ന് കഴിഞ്ഞാൽ 12 അവർ എടുക്കും നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ വാല്യൂസ് ഇടുകയാണെങ്കിൽ ബിക്ക് ഒരു എക്സ് കൊടുത്തിട്ട് ഇവിടെ x-10 തരണം. എന്ത് കണ്ടുപിടിക്കാൻ പോകണം? ഇപ്പോൾ ഇവിടെ എക്സ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും LCM എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 1 ആണെന്ന് വിചാരിക്കുക. ടാങ്കിൻ്റെ കപ്പാസിറ്റി 1. എ എന്ന് പറയുന്ന പൈപ്പ് എ അവർ കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യും. ബി എന്ന് പറയുന്ന പൈപ്പ് ബി അവർ കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യും. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1/A, ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1/B. ടോട്ടൽ എഫിഷ്യൻസി എടുക്കും. ഇപ്പോൾ രണ്ടും കൂടെ കൂട്ടുക. രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ A + B/AB എന്ന് വരും. ഇതാണ് നമ്മുടെ ടോട്ടൽ എഫിഷ്യൻസി. ഇനി നമുക്കറിയാം എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് കിട്ടും. ഈ കേസിൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി കിട്ടും. എഫിഷ്യൻസി നമ്മുടെ ടോട്ടൽ എഫിഷ്യൻസി എടുക്കുക. ഈ കിടക്കുന്ന എഫിഷ്യൻസി ഇൻറ്റു ടൈം നമുക്കറിയാം. രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 12 അവർ എടുക്കും. അപ്പോൾ എഫിഷ്യൻസി ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി അത് 1 കിട്ടും. അപ്പോൾ നോക്കി ഈ എഫിഷ്യൻസി അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 12 =
1 ബൈ എഫിഷ്യൻസി. ഇത് എ പ്ലസ് ബി ബൈ എ ബി, എ പ്ലസ് ബി ബൈ എ ബി. ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 12 ഈക്വൽ ടു എ ബി ബൈ എ പ്ലസ് ബി എന്ന് കിട്ടും. കണ്ടോ? ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഓപ്ഷൻസ് ഇടുക ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫാസ്റ്റർ പൈപ്പ് എത്ര സമയം എടുക്കുന്ന. നമ്മുടെ ഫാസ്റ്റർ പൈപ്പ് നമ്മൾ എ എന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്ക് ബി എടുക്കുന്നതിനേക്കാളും 10 അവർ കുറവ് മതി. നമുക്കിവിടെ ഓപ്ഷൻസിൽ കിടക്കുന്നത് ഫാസ്റ്റർ പൈപ്പിൻ്റെ ടൈമാണ്. അപ്പോൾ ഫാസ്റ്റർ പൈപ്പ് 20 ആണെങ്കിൽ മറ്റേ പൈപ്പ് എത്രയായിരിക്കും? 30 ആയിരിക്കും. ഇനി 60 ആണെങ്കിൽ മറ്റേത് 70 ആയിരിക്കും. 25 ആണെങ്കിൽ അടുത്തത് 35 ആയിരിക്കും. ഇതും 35 എടുക്കട്ടെ. 35 ആണെങ്കിൽ അടുത്തത് 45 ആയിരിക്കും. ഇനി ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 12 കിട്ടുമോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫാസ്റ്റർ പൈപ്പ് ഇടുക A20 ആണെങ്കിൽ B30, താഴെ രണ്ടും കൂടെ കൂട്ടുക. 20 കൂട്ടി കഴിഞ്ഞാൽ 50. അപ്പോൾ നോക്കി, ഇതും പോയി. 20 × 3 ഇത് 60, 60 × 5 ചെയ്താൽ 12 കിട്ടത്തില്ലേ? അപ്പോൾ കണ്ടോ, ആദ്യത്തെ ഇട്ടപ്പോൾ തന്നെ ശരിയായി. അപ്പോൾ ഫാസ്റ്റർ പൈപ്പിൻ്റെ ടൈം കിട്ടി 20 അവർ. മനസ്സിലായി എങ്ങനെ ഇതാണ്? അടുത്തേക്ക് പോകാം. 2 taps A and B can fill a tank in 25 minutes and 20 minutes respectively. 2 ടാപ്പുണ്ട്, എയും ബിയും. എ ഒറ്റയ്ക്ക് നിന്നാൽ 25 മിനിറ്റ് എടുക്കും, ബി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 20 മിനിറ്റ് എടുക്കും. But taps are not opened properly, so the taps A and B allow 5/6 and 2/3 part of water respectively. ഓക്കെ, നമ്മളിത് തുറന്നപ്പോൾ ശരിക്കും തുറന്നില്ല. അപ്പോൾ എയിന്ന് അതിൻ്റെ എയിന്ന് വരുന്നതിൻ്റെ 5/6 എയിന്ന് വന്നുള്ളൂ, ബിന്ന് വരുന്നതിൻ്റെ 2/3 ബിന്ന് വന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് വിൽ ദ ടേക്ക് ടു ഫിൽ ദ ടാങ്ക്? അങ്ങനെയാണെങ്കിൽ എത്ര നമുക്ക് ടാങ്ക് ഫില്ലാമെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് ടാങ്കിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. എത്രയായിരിക്കും? 25ഉം 20ഉം 100 അല്ലേ? 25. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5. ഓക്കെ, ഇനി എയിന്ന് വരുന്നതിൻ്റെ 5/6 വന്നുള്ളൂ. അപ്പോൾ 4ൻ്റെ 5/6 വന്നുള്ളൂ. അപ്പോൾ എത്ര കിട്ടും? ഇത് വെട്ടിക്കഴിഞ്ഞാൽ 2/3, 10/3 എന്ന് കിട്ടും. എയിന്ന് 10/3 വന്നുള്ളൂ. ഇനി ബിയുടെ 2/3 വന്നുള്ളൂ. അപ്പോൾ ഇത് ഇൻറ്റു 2/3, അപ്പോഴും 10/3 കിട്ടും. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 20/3. ഇത്രേ ഇതിൽ നിന്ന് വന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി. ചോദിച്ചിരുന്നത് രണ്ടുപേരും കൂടെ ചേർന്ന് ഇനി എത്ര നേരം കൊണ്ട് ഫില്ല് ചെയ്യുന്ന ടോട്ടൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100. 100നെ ഈ 20/3 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 3 മേളിൽ പോകും. 20 × 5 100, 3 15 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ടാപ്സ് A, B and C are attached with the tank and velocity of water coming through them are 42 liter per hour, 56 liter per hour and 40 liter per hour. ഓക്കെ, 3 ടാപ്പുണ്ട്, അതിൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. 1 അവറിൽ എത്ര ലിറ്റർ വെച്ച് ഫില്ല് ചെയ്യുന്നുള്ളത്. A and B are inlets and C is outlet. ഓക്കെ, എയും ബിയും ഫില്ലിംഗ് പൈപ്പാണ്, സി ലീക്കാണ്. If all the taps are opened simultaneously, tank is filled in 16 hours. അപ്പോൾ നമ്മുടെ ടാപ്പുകൾ എല്ലാം തുറന്നു കഴിഞ്ഞാൽ ടാങ്ക് 16 അവർ കൊണ്ട് ഫില്ലാവും. വാട്ട്സ് കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്? അങ്ങനെ ടാങ്കിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിപ്പോൾ നോക്കി. എയുടെ എഫിഷ്യൻസി ഉണ്ട് 42 ലിറ്റർ 1 അവറിൽ, ബിയുടെ എഫിഷ്യൻസി ഉണ്ട് 56, സിയുടെ എഫിഷ്യൻസി ഉണ്ട് 48. സി ഫില്ലിംഗ് പൈപ്പല്ല, ലീക്കേജാണ്. എയും ബിയും ആണ് ഫില്ലിങ്. ഇനി എല്ലാം തുറന്നു കഴിഞ്ഞാൽ 16 അവർ കൊണ്ട് ടാങ്ക് ഫില്ലാവുമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നോക്കി, എല്ലാം തുറക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 42 വരും, ഇതിൽ നിന്ന് 56 വരും. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 90, 98. സി ലീക്കാണ്, സി 48 ലീക്കായി കളയും. 98 നിന്ന് 48 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 50 കിട്ടും. ശരിയല്ലേ? അപ്പോൾ 1 അവറിൽ 50 ലിറ്റർ അവിടെ ഫില്ലാവും. ഇനി പറഞ്ഞിട്ടുണ്ട് ടാങ്ക് ഇസ് ഫില്ലിങ് 16 അവർ, 16 അവർ കൊണ്ട് ടാങ്ക് ഫില്ലാവും. ഇൻറ്റു 16 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 16 5 50 30 80, 800 ലിറ്റർ എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 3 pipes A, B and C can fill a tank in 30, 20 and 10 minutes. 3 പൈപ്പുണ്ട്, അവരുടെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എഫിഷ്യൻസി അല്ല, അവരുടെ ടൈം തന്നിട്ടുണ്ട്. When the tank is empty, all the 3 pipes are opened. If A, B and C discharge chemical solutions P, Q and R respectively, then part of solution R in the liquid in the tank after 3 minutes. ഓക്കെ, അപ്പോൾ 3 പൈപ്പിൻ്റെ ടൈം തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞേക്കാണ് എന്ന് പി എന്ന് പറയുന്നൊരു കെമിക്കൽ വരും, ബിന്ന് ക്യൂ എന്ന് പറയുന്നൊരു കെമിക്കൽ വരും, സിന്ന് ആർ എന്ന് പറയുന്നൊരു കെമിക്കലാണ് വരുന്നത്. അപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ആ ടാങ്കിൽ 6 എത്ര പാർട്ട് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ 6ൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കി, നമുക്ക് ഇവരുടെ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എ, ബി, സി. എ 30, ബി 20, സി 10. ഇവരെ LCM എടുക്കുക, അതാണ് നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. LCM എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ എയുടെ എഫിഷ്യൻസി 2, ബിയുടെ എഫിഷ്യൻസി 3, സിയുടെ എഫിഷ്യൻസി 6. ഓക്കെ, ഇനി ഈ ടാപ്പുകൾ 3ഉം ഒരേ സമയമല്ലേ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റിൽ എ 2 ഫില്ല് ചെയ്യും, ബി 3 ഫില്ല് ചെയ്യും, സി 6 ഫില്ല് ചെയ്യും. ഇവരുടെ റേഷ്യോ എടുക്കുക. ഈ റേഷ്യോയിലായിരിക്കും നമ്മുടെ ആ ടാങ്കിൽ ഈ 3 കെമിക്കലും ഫില്ലാവുന്നത്. അതിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാലും 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാലും 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാലും ആ റേഷ്യോ സെയിം ആയിരിക്കും. ഇനി നോക്കുക,
ഇവിടെ ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞാലല്ലോ പറഞ്ഞേക്കുന്നത്. നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞത്തെ കാര്യം നോക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ടാങ്കിൽ എ 2 യൂണിറ്റ് ഉണ്ടാവും, ബി 3 യൂണിറ്റ് ഉണ്ടാവും, സി 6 യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 6 3 9, 9 2 11. 6ൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനല്ലോ പറഞ്ഞേക്കുന്നത്. എന്ന് പി, ഇതിൽ നിന്ന് ക്യൂ, ഇതിൽ നിന്ന് 6 എത്രയാണ്? 6. അപ്പോൾ 6/11 കിട്ടും നമ്മുടെ ആൻസർ. ഇനി നമുക്ക് വേണമെങ്കിൽ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള റേഷ്യോ നോക്കാം. അത് ഇത് തന്നെയായിരിക്കും. നോക്കി, 3 മിനിറ്റ് കൊണ്ട് എന്ന് എന്ത് വരും? ഇത് 3 തവണ വരും. അപ്പോൾ 3 2 6, ഇത് 3 തവണ 3 9, ഇത് 3 തവണ 3 6 18. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 12 24, 24 9 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 33 വരും. ഇനി 6-നെല്ലാം കണ്ടുപിടിക്കണ്ടേ? അത് ഇതല്ലേ 18. 3 വെച്ചിട്ട് കഴിഞ്ഞാൽ 3 18 11. കണ്ടോ, 6/11 തന്നെ ഒന്നല്ലേ? ക്ലിയർ ആയോ? അടുത്തത്, 2 pipes can separately fill a tank in 20 hours and 30 hours respectively. ഓക്കെ, 2 പൈപ്പുണ്ട്. അവർക്ക് നമ്മുടെ ടാങ്ക് 20 മണിക്കൂർ കൊണ്ടും 30 മണിക്കൂർ കൊണ്ടും ഫില്ല് ചെയ്യാൻ പറ്റും. ബോത്ത് പൈപ്സ് ആർ ഓപ്പൺഡ് ടു ഫിൽ ദ ടാങ്ക്, ബട്ട് ദ ടാങ്ക് ഈസ് 1/3 full. A leak develops in the tank through which 1/3 of the water supplied by both the pipes per hour leak out. ഓക്കെ, അപ്പോൾ ഈ 2 പൈപ്പും ഒരുമിച്ച് തുറന്നു. പക്ഷേ നമ്മുടെ ടാങ്ക് 1/3 ഫുള്ളായപ്പോൾ നമ്മുടെ ടാങ്കിൽ ഒരു ലീക്ക് വന്നു. ആ ലീക്കിൽ കൂടെ ഫില്ലാവുന്നതിൻ്റെ 1/3 പുറത്തേക്ക് പോകും 1 അവറിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ ടേക്ക് ടു ഫിൽ ദ ടാങ്ക്? അതിൻ്റെ ടാങ്ക് ഫില്ല് ചെയ്യാൻ ടോട്ടൽ എത്ര നേരം എടുക്കുന്നത് ചോദിച്ചേക്കുന്നു. അപ്പോൾ നോക്കി, നമ്മുടെ ആദ്യത്തെ പൈപ്പ് 20 അവർ കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യും. രണ്ടാമത്തെ പൈപ്പ് 30 അവർ കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇവർ LCM. അപ്പോൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ എ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 3, ബി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 2. ഇനി പറഞ്ഞേക്കുന്ന ടാങ്ക് 1/3 ഫുള്ളായി. 1/3 ഫുള്ളായി എന്ന് പറഞ്ഞാൽ 60ൻ്റെ 1/3, അപ്പോൾ 20 കിട്ടും. അപ്പോൾ ടാങ്ക് ഇപ്പോൾ 20 ഫില്ലായി. ഇനി എത്ര ഫില്ല് ചെയ്യാനുണ്ട്? 40 ഇനി ബാക്കിയുണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ 20 ഫില്ലായി കഴിഞ്ഞപ്പോൾ ഒരു ലീക്ക് അതിനകത്ത് ഉണ്ടായി. ലീക്കിൽ കൂടെ 1/3 ഓഫ് ദ വാട്ടർ പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലീക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് ഫില്ലാവുന്നതിൻ്റെ 1/3 പുറത്തേക്ക് പോകും. ഇവിടെ മൊത്തം എന്തോരം ഫില്ലാവും? 3 2 അല്ലേ? അപ്പോൾ 5 ഫില്ലാവും. ഈ ഫില്ലാവുന്ന 5ൻ്റെ 1/3 ലീക്കായി പോകും. ബാക്കി എത്രയുണ്ട്? 5ൻ്റെ 2/3 ബാക്കിയുണ്ട്. അപ്പോൾ ഓരോ അവറിലും 5 വെച്ച് വീഴും. പക്ഷേ 5ൻ്റെ 1/3 ലീക്കായി പോകും. ബാക്കി 2/3 ടാങ്കിൽ കിടക്കത്തുള്ളൂ. അതായത് 10/3 ടാങ്കിൽ കിടക്കത്തുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞേക്കുന്നത് ടാങ്ക് ഫില്ലാവാൻ ടോട്ടൽ എത്ര നേരം എടുക്കുന്നതാണ്. അപ്പോൾ നോക്കി, ആദ്യം 20 ഫില്ലായില്ലേ? 20 ഫില്ലാവാൻ എത്ര നേരം വേണം? ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 3 2 5. 5 20 ആവാനായിട്ട് 4. അപ്പോൾ 4 അവർ വേണം 20 ഫില്ലാവാനായിട്ട്. ഇനി ബാക്കി എത്രയുണ്ട്? 40. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ പൈപ്പുകളുടെ എഫിഷ്യൻസി എത്രയാണ്? 10/3. 5 വീഴുമായിരുന്നു, പക്ഷേ 5ൻ്റെ 1/3 ലീക്കായി പോകും. ബാക്കി 2/3, അതായത് 10/3 ഇപ്പോൾ വീഴത്തുള്ളൂ. അപ്പോൾ ഈ 40ന് ഇപ്പോഴത്തെ എഫിഷ്യൻസി, അതായത് 10/3 വെച്ച് ഡിവൈഡ് ചെയ്യുക, 3 മേളിൽ പോകും. അപ്പോൾ 40 12 കിട്ടും. അപ്പോൾ ആദ്യത്തെ 20 ഫില്ല് ചെയ്യാൻ 4 അവർ, അത് കഴിഞ്ഞിട്ടുള്ള 40 ഫില്ല് ചെയ്യാൻ 12. അപ്പോൾ ടോട്ടൽ 12 4 16 അവർ വേണം നമ്മുടെ ടാങ്ക് ഫില്ലാവാനായിട്ട്. ഓക്കെ, അടുത്തത്, എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് വിത്ത് വാട്ടർ ബൈ 2 പൈപ്സ് എ ആൻഡ് ബി 2 3 36 മിനിറ്റ്. ഓക്കെ, 36 മിനിറ്റ് എയും ബിയും തുറന്നു കിട്ടി കഴിഞ്ഞാൽ ടാങ്ക് നിറയും. ദ പൈപ്പ് ബി വാസ് ക്ലോസ്ഡ് ആഫ്റ്റർ 30 minutes, ടാങ്ക് ഈസ് ഫിൽഡ് ഇൻ 40 minutes. ഓക്കെ, 30 മിനിറ്റ് കഴിയുമ്പോൾ ബി നിർത്തിയായിരുന്നെങ്കിൽ ടാങ്ക് ഫില്ല് ചെയ്യാൻ 40 മിനിറ്റ് എടുത്തേനെ. ദ പൈപ്പ് ബി ക്യാൻ എലോൺ ഫിൽ ദ ടാങ്ക്. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് നിന്നാൽ എത്ര ഒരു ടാങ്ക് നിറയുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, ശരിക്കും 36 മിനിറ്റ് കൊണ്ട് എയും ബിയും നിന്ന് കഴിഞ്ഞാൽ വർക്ക് തീരും. പക്ഷേ 30 മിനിറ്റിൽ ബി നിർത്തിപ്പോയി. അപ്പോൾ മൊത്തം നിറയ്ക്കാനായിട്ട് എക്ക് 40 മിനിറ്റ് എടുത്തു. അപ്പോൾ നോക്കി, 30 മിനിറ്റ് വരെ ബി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തു. ഒരുമിച്ച് നിന്നായിരുന്നെങ്കിൽ ഇനി 6 മിനിറ്റും കൂടെ മതിയായിരുന്നു വർക്ക് തീർക്കാൻ. അപ്പോൾ ഈ 6 മിനിറ്റ് എയും ബിയും ഒരുമിച്ച് ചെയ്യേണ്ട വർക്കുണ്ടല്ലോ, അത് എ ഒറ്റയ്ക്കല്ലേ ചെയ്തേ? എ അതിൻ്റെ എത്ര നേരം കൂടെ എടുത്തു? 30 മിനിറ്റിൽ ബി നിർത്തിപ്പോയി. പിന്നെ 40ാമത്തെ മിനിറ്റിലാണ് വർക്ക് തീർന്നത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് ബാക്കി 10 മിനിറ്റ് എ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്തു. മനസ്സിലായോ? ഈ എന്നും ബിന്നും എഴുതിയേക്കുന്നത് എയുടെയും ബിയുടെയും എഫിഷ്യൻസിയാണ്. അപ്പോൾ നോക്കി, ആ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള 6 മിനിറ്റ് എയും ബിയും ഒരുമിച്ച് നിന്നറിഞ്ഞ് വർക്ക് തീർന്നേനെ. അത്രയും വർക്ക് 10 മിനിറ്റ് കൊണ്ട് എ ഒറ്റയ്ക്ക് ചെയ്യേണ്ട വന്നു. ഇനി എക്സ്പാൻഡ് ചെയ്ത് എ ബൈ ബി റേഷ്യോ കണ്ടുപിടിക്കും. 6 അത്തേക്ക് എടുത്താൽ 6 6 ബി, ഈ 6 അങ്ങോട്ട് ഇടുക. അപ്പോൾ 4A = 6 ബി എന്ന് കിട്ടും. എ ബൈ ബി റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 6/4 അല്ലെങ്കിൽ 3/2 എന്ന് കിട്ടും. ഇതാണ് എ ബി റേഷ്യോ, അല്ലെ എയുടെയും ബിയുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ. അപ്പോൾ ഇവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ 36 മിനിറ്റ് കൊണ്ട് വർക്ക് തീർന്നേനെ. അപ്പോൾ 36 മിനിറ്റ് എയുടെയും ബിയുടെ എഫിഷ്യൻസി തമ്മിൽ കൂട്ടുക, 3 2 5. ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഇനി ബി ഒറ്റയ്ക്ക് എത്ര മണിക്കൂർ കൊണ്ട് തീർക്കാമെന്നല്ലോ ചോദിച്ചേക്കുന്നത്? ബിയുടെ എഫിഷ്യൻസി 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 18 18 × 5 50 40 90 മിനിറ്റ് കിട്ടും. ഓക്കെ, അടുത്തത്, എ
എ ടാങ്ക് ഹാസ് 2 പൈപ്പ്. ഒരു ടാങ്കിന് 2 പൈപ്പുണ്ട്. ഫസ്റ്റ് പൈപ്പ് ക്യാൻ ഫിൽ ഇറ്റ് ഇൻ 45 മിനിറ്റ്സ് ആൻഡ് ദ സെക്കൻഡ് ക്യാൻ എംപ്റ്റി ഇറ്റ് ഇൻ 1 അവർ. ഓക്കെ, 2 പൈപ്പ്. ആദ്യത്തേത് 45 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യും. രണ്ടാമത്തത് 1 മണിക്കൂർ കൊണ്ട് ടാങ്ക് എംറ്റി ആക്കും. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. ഇത് എംറ്റിങ്. ഇൻ വാട്ട് ടൈം വിൽ ദ എംറ്റി ടാങ്ക് ബി ഫിൽഡ്? ദ പൈപ്സ് ബി ഓപ്പൺഡ് 1 at a ടൈം ഇൻ ഓൾട്ടർനേറ്റ് മിനിറ്റ്. ഓക്കെ, നമ്മൾ ഓരോ പൈപ്പും ഓരോ മിനിറ്റ് ഇടവിട്ട് തുറന്നു കഴിഞ്ഞാൽ എത്ര നമ്മുടെ ടാങ്ക് ഫില്ലാവുമെന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടൈമുണ്ട്, ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. 45 60 അല്ലേ, ഇത് 15x3, ഇത് 15x4. അപ്പോൾ ഒരു 3 കൂടെ ചേർത്താൽ പോരെ. അപ്പോൾ 180 നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റി. 45 എത്രയും വേണം? 150 കിട്ടുന്നത്. 45x4 ഇത് 160, 150. ഇത് 4, ഇവിടെ 3 വരും. അപ്പോൾ എയുടെയും ബിയുടെ എഫിഷ്യൻസി കിട്ടി. എ 1 മിനിറ്റ് 4 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബി അടുത്ത മിനിറ്റിൽ 3 എംറ്റി ആക്കും. അപ്പോൾ നോക്കി, ആദ്യം നമ്മൾ എ തുറന്നു, പിന്നെയാണ് ബി തുറന്നത്. ആദ്യത്തെ മിനിറ്റിൽ എ തുറക്കുമ്പോൾ 4 ഫില്ലാവും. രണ്ടാമത്തെ മിനിറ്റിൽ ബി തുറക്കും, അപ്പോൾ 3 കുറയും. അപ്പോൾ 4ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ 2 മിനിറ്റും കൊണ്ടാണ് 1 ഫില്ലാവുന്നത്. ടോട്ടൽ കപ്പാസിറ്റി 180 അല്ലേ, അപ്പോൾ 2 മിനിറ്റും കൊണ്ട് 1 നിറയും. അപ്പോൾ 180 നിറയണമെങ്കിൽ ഇവിടെ 150 കുടിക്കുക, അപ്പോൾ 360 മിനിറ്റ് കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ തെറ്റിപ്പോകും. ഈ 360 മിനിറ്റ് ആവുന്നതിന് മുമ്പേ നമ്മുടെ ടാങ്ക് ഫില്ലാവും. കാരണം എന്താണെന്ന് അറിയാമോ? ആദ്യം എയിൽ നിന്ന് 4 യൂണിറ്റ് വന്ന് നിറയും. അടുത്ത മിനിറ്റിലാണ് ബി 3 യൂണിറ്റ് ലീക്കാക്കി കളയുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റി 180. 180 ആവുന്നതിന് മുമ്പ് 176 ആവുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ? ഈ 176 ആവാനായിട്ട് എന്തൊരു നേരം വേണം നോക്കി. അതായത് 2 മിനിറ്റും കൊണ്ട് 1 യൂണിറ്റ് ഫില്ലാവും. അപ്പോൾ 176 ഫില്ലാവാനായിട്ട് ഇവിടെ 176 കൊണ്ട് വിളിക്കുക. അപ്പോൾ 200, 140, 340, 12, 352. 352ാമത്തെ മിനിറ്റിൽ ഇവിടെ 176 ഫില്ലാവും. ഇനി അടുത്ത മിനിറ്റ് നോക്കി, 353ാമത്തെ മിനിറ്റിൽ നമ്മുടെ എ 4 യൂണിറ്റ് അവിടെ ഫില്ലാക്കും. അപ്പോൾ 180 ആയില്ലേ. ഇനി നമ്മൾ അടുത്ത മിനിറ്റ് കൂടെ നോക്കാമെന്ന് വിചാരിക്കുക, 354. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പൈപ്പ് 3 യൂണിറ്റ് കളയും. അപ്പോൾ അത് 177. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. 180 353ാമത്തെ മിനിറ്റിലായല്ലോ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 353 മിനിറ്റാണ് നമ്മുടെ ആൻസർ. ഇതിന് ഇനി അവറാക്കണം. അപ്പോൾ നോക്കി, 353 ഇതെന്ന് പറഞ്ഞാൽ 300 + 53 മിനിറ്റ്. ഈ 300 നമുക്ക് 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. അപ്പോൾ 5 അവറും 53 മിനിറ്റാണ് നമ്മുടെ ആൻസർ ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത ദിവസം.